ബാധിക്കുന്ന ക്യാൻസറാണ് കൂടുതൽ, ബ്രസ്റ്റ് ക്യാൻസർ. അതിന് കാരണം പാശ്ചാത്യ നാടുകളിലെ യുവതികളെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുകയില്ല. ഇപ്പൊ പ്രകൃതി സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത് രണ്ട് സംഗതികൾക്കാണ്. ഒന്ന് ലൈംഗിക ആകർഷണത്തിന് വേണ്ടിയും, രണ്ടാമത് നമ്മുടെ അടുത്ത ജനറേഷനെ മുലപ്പാൽ കൊടുത്ത് വളർത്താൻ. ഇപ്പൊ മുലപ്പാൽ കൊടുത്ത് വളർത്താതിരുന്നാൽ പ്രകൃതി നമ്മളോട് അതിന് പ്രതികാരം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന പ്രതികാരമാണ് മുലപ്പാൽ കൊടുക്കാത്ത അമ്മമാർക്ക് സ്തനങ്ങളിലെ ക്യാൻസർ. ഇപ്പൊ പാശ്ചാത്യ നാടുകളിലെ മാതാമ്മമാർക്ക്, അമേരിക്കയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും, അവിടുത്തെ സ്ത്രീകളിലെ ബ്രസ്റ്റിനെ ബാധിക്കുന്ന ക്യാൻസർ വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ, ഭാരതത്തിലെ അല്ലെ കേരളത്തിലെ ബ്രസ്റ്റിനെ ബാധിക്കുന്ന ക്യാൻസർ താരതമ്യേന കുറവാണ്. കാരണം നമ്മുടെ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുവാൻ. പക്ഷെ നമ്മുടെ ഇടയിൽ വരുന്ന പ്രശ്നം സ്ത്രീകളിലെ അമ്മമാരിൽ ഉണ്ടാകുന്നത് സർവീസിനെ ബാധിക്കുന്ന ക്യാൻസർ. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സർവീസിനെ ബാധിക്കുന്ന ക്യാൻസറിന് കാരണം ഈ അമ്മമാരുടെ ഭർത്താക്കന്മാരാണ്. നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവൻ, അവര് ലൈംഗിക ശുചിത്വം. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി കൗമാരത്തിൽ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പുരുഷന്മാര് ലൈംഗിക ശുചിത്വം പാലിച്ചില്ലെങ്കിൽ അത് സ്ത്രീകളിലെ ഗർഭാശയ ഖണ്ഡത്തിലെ ക്യാൻസർ ഉണ്ടാകും. യൂട്രസിന്റെ രണ്ട് സൈഡിലും ഓവിഡക്ട് എന്ന് പറയുന്ന രണ്ട് കുഴലുകളും. ഇത് സ്ത്രീകളിലെ ബീജവാഹിനി കുഴലാണ്. പുരുഷന്മാരിലെ നേരത്തെ കാണിച്ചു. ഇവിടെ സ്ത്രീകളിലെ രണ്ട് ബീജവാഹിനി കുഴൽ. ആ ബീജവാഹിനി കുഴലിന്റെ അഗ്രഭാഗം നമ്മുടെ കൈപ്പത്തിയുടെ പോലെയാണ്. കൈപ്പത്തിയുടെ ആകൃതിയിലിരിക്കും. പിംബ്രിയൽ എൻഡ് എന്ന് പറയും. പിംബ്രിയൽ എൻഡ്. അപ്പൊ ആ പിംബ്രിയൽ എൻഡിന് അടുത്തായിട്ട് പേരക്കയുടെ ആകൃതിയിൽ കാണുന്ന ഭാഗമാണ് ഓവറി. ഓവറി എന്ന് പറയും. അത് വലത് ഓവറി ഉണ്ട്.